നമ്മുടെ കടൽ തീരങ്ങളൊക്കെ വളരെ മനോഹരമാണ്. എന്നാൽ പകൽ സമയത്ത് അവ ആസ്വദിക്കാൻ വളരെ എളുപ്പവും വളരെ വിചിത്രവുമാണ്. എന്നാൽ രാത്രി സമയങ്ങളിൽ കാവൽക്കാർക്കും അതുപോലെ കപ്പൽ ജീവനക്കാർക്കും വഴികാട്ടുന്ന ചില ലൈറ്റ് ഹൗസുകൾ നമ്മൾ എല്ലായിടത്തും കാണാറുണ്ട്. അത്തരത്തിലുള്ള ലൈറ്റ് ഹൗസുകൾ നമ്മൾ എപ്പോഴും അത് ഭീതിയോടെയും അത് വളരെ കൗതുകത്തോടെയും വളരെ ഇഷ്ടത്തോടെയും നോക്കാറുണ്ട്. അങ്ങനെയൊരു കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഒരിക്കലൊരു യാത്ര പോയി. അത് നമ്മുടെ കേരളത്തിലെ ഒരു പഴയ ഒരു കടൽ തീരത്തേക്കായിരുന്നു. ആ കടൽ തീരത്തിൻ്റെ പേരൊന്നും ഞാനിവിടെ വ്യക്തമാക്കുന്നില്ല. കാരണം അവിടം ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അതുകൊണ്ട് അവിടുത്തെ പേരൊക്കെ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ അതിന് ഒരുപാട് രീതിയിലുള്ള വിമർശനങ്ങൾ വരാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതിൻ്റെ പേരൊന്നും ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. ഒരിക്കലെങ്കിലും ആ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെയില്ല. നമ്മളിൽ ഒരാളെങ്കിലും അത് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് സത്യം. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾ അന്ന് രാത്രിയായിരുന്നു ആ കടൽക്കരയിലേക്ക് അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ രാത്രി വൈബും നുകരാൻ വേണ്ടി എത്തിയത്. അന്നൊരു കാമായ അന്തരീക്ഷമായതുകൊണ്ട് തന്നെ കടലിൽ ഒട്ടും തിരയുണ്ടായിരുന്നില്ല. അവരത് ഒരുപാട് നേരം ആസ്വദിച്ചു നിന്നു. അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു അവർ ദൂരെ ഒരു വലിയ ലൈറ്റ് ഹൗസ് കാണുന്നത്. എന്നാൽ ആ ലൈറ്റ് ഹൗസിൽ നിന്നും ഒരു വെളിച്ചമൊന്നും പുറപ്പെടുവിപ്പിക്കുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു അതിലൊരു സുഹൃത്ത് പറഞ്ഞത്, വളരെ വർഷങ്ങൾക്ക് മുമ്പേ അവസാനിപ്പിച്ച ഒരു ലൈറ്റ് ഹൗസ് ആണത്. പിന്നീട് ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഒന്നും തുടങ്ങാൻ ആർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ലൈറ്റ് ഹൗസ് ഇന്നും അങ്ങനെ പാഴടഞ്ഞ് നിൽക്കുകയാണെന്ന് അതിൽ കൂട്ടത്തിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞു. എന്നാൽ ഉറപ്പായും നമ്മൾക്ക് ആ ലൈറ്റ് ഹൗസിലേക്ക് പോകണം. അതിന് കൂടെ ഉണ്ടായിരുന്ന രാഹുൽ പറഞ്ഞു, നമുക്കിപ്പോ ലൈറ്റ് ഹൗസിൽ പോകാൻ കഴിയില്ല. അവിടം എന്തൊക്കെയോ അപൂർവമായ ചില കാഴ്ചകൾ നാട്ടിൽ പലരും കണ്ടതായി പറയുന്നു. അതുകൊണ്ട് നമുക്കിപ്പോൾ അങ്ങോട്ട് പോകുന്നത് അത്ര പ്രാവർത്തികമല്ല. അതുകൊണ്ട് ആ ഒരു ആഗ്രഹം നമ്മൾ ഇവിടെ ഉപേക്ഷിക്കുന്നതാവും നല്ലത് എന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന രാഹുൽ എല്ലാവരോടുമായി പറഞ്ഞു. എന്നാൽ അതിന് രാഹുലിൻ്റെ സുഹൃത്തുക്കളൊന്നും ആരും തന്നെ സമ്മതം പറഞ്ഞില്ല. എല്ലാവർക്കും എന്ത് വന്നാലും വേണ്ടിയില്ല, നമുക്ക് ഉറപ്പായും ആ ഒരു ലൈറ്റ് ഹൗസിലേക്ക് പോവണം എന്ന് തന്നെയായിരുന്നു അവരുടെ എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ രാഹുലിന് അത് അല്പം ഭയാനകമായി തോന്നിയിരുന്നു. കാരണം അവൻ്റെ നാട്ടിലും അവൻ്റെ സുഹൃത്തുക്കളും എന്തിന് അവൻ്റെ അച്ഛനും അമ്മയും അവനെ അങ്ങോട്ട് പോവാൻ വിലക്കിയിരുന്നു. കാരണം അവിടം എന്തൊക്കെയോ അമാനുഷികമായി നടക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടായിരുന്നു പോലും ആ ഒരു ലൈറ്റ് ഹൗസ് എന്നേക്കുമായി അടച്ചു പൂട്ടിയത്. അതുകൊണ്ട് തന്നെ രാഹുലിന് അങ്ങോട്ട് പോകാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ കൂട്ടത്തിലുണ്ടായിരുന്ന സ്നേഹയ്ക്കും അമൃതയ്ക്കും പിന്നെ അപ്പുവിനും നിർബന്ധമായിരുന്നു ആ ലൈറ്റ് ഹൗസിനകത്തേക്ക് പോകണമെന്ന്. അങ്ങനെ അവർ ആ ലൈറ്റ് ഹൗസിനെ ലക്ഷ്യമാക്കി നടന്നു. അതിലേക്ക് പോകുന്ന വഴി മുഴുവൻ അവർ വളരെ നന്നായി കളിയും ചിരിയും പറഞ്ഞായിരുന്നു മുന്നോട്ട് നടന്നിരുന്നത്. അങ്ങനെ അവർ ആ ലൈറ്റ് ഹൗസിന്റെ മുന്നിലെത്തി. ആ ഒരു പ്രദേശത്തെ മുഴുവൻ വിഴുങ്ങുന്ന തരത്തിലുള്ള ഒരു ഇരുട്ട് അവിടെ മുഴുവൻ വ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ലൈറ്റ് ഹൗസ് മാത്രമേ അവർക്ക് മുന്നിൽ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ചുറ്റുമുള്ള കടൽ അതിനടുത്തുള്ള കുറ്റിക്കാടുകളൊന്നും അവർക്ക് കാണാനേ സാധിച്ചിരുന്നില്ല. അങ്ങനെ രാഹുലും രാഹുലിൻ്റെ സുഹൃത്ത് സ്നേഹയും അപ്പവും അതിനകത്തേക്ക് കയറാൻ തീരുമാനിച്ചു. അങ്ങനെ അവരെല്ലാവരും കൂടെ ലൈറ്റ് ഹൗസിനകത്തേക്ക് കയറി. ചുറ്റും കൂരാക്കൂരി ഇരുട്ടായിരുന്നു. അതുകൊണ്ട് കയ്യിലെ മൊബൈലിലെ ഫ്ലാഷ് എല്ലാം ഓണാക്കിയായിരുന്നു അവർ ലൈറ്റ് ഹൗസിനകത്തേക്ക് കയറിയത്. അങ്ങനെ ലൈറ്റ് ഹൗസിനകത്ത് കയറി അവരെല്ലാവരും കൂടെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് നടക്കാൻ തുടങ്ങി. ഓരോ പടികളും കയറുമ്പോഴും അവർക്ക് എന്തോ ഒരു ശ്വാസം മുട്ടുന്നത് പോലെ അനുഭവപ്പെട്ടു. എന്നാൽ ആരും തന്നെ അത് പുറത്തു പറഞ്ഞില്ല. കാരണം എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ അവരിവിടെ ഭീരുക്കളാണെന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് അവർ അനുഭവിച്ച ചില കാര്യങ്ങളൊന്നും അവർ പരസ്പരം പുറത്തു പറഞ്ഞില്ല. അങ്ങനെ എല്ലാവരും മുകളിലേക്കെത്തി. രാഹുൽ അവിടെ എത്തിയത് മുതലേ വളരെ അസ്വസ്ഥനായതുകൊണ്ട് തന്നെ രാഹുൽ എല്ലാവരോടുമായി പറഞ്ഞു, അല്പസമയം മാത്രം ഇവിടെ നിന്നാൽ മതി, നമുക്ക് വേഗം ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാമെന്ന്. അതിന് സ്നേഹയും തൻ്റെ സുഹൃത്തുക്കളായ അപ്പവും അവനെ കളിയാക്കി.
നീ എന്ത് ഭീരുവാണ്, നിനക്ക് ഇത്തരത്തിലുള്ള ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ അനുഭവിക്കണ്ടേ? ഇത്രയും മനോഹരമായൊരു ദിവസം ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് പോലും നമുക്കുറപ്പില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഇവിടെ നിന്നും ഇത്രയും പെട്ടെന്ന് പോകുന്നത് എന്നൊക്കെ രാഹുലിനോട് അപ്പവും സ്നേഹവും തൻ്റെ സുഹൃത്തുക്കളും പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ അല്പസമയം അവിടെ ഇരുന്ന് ഫോണിൽ ഫോട്ടോയും മറ്റും എടുത്തുകൊണ്ടിരുന്നതിന് ശേഷം അവരെല്ലാവരും താഴേക്ക് ഇറങ്ങാൻ ആരംഭിച്ചു. ആ സമയത്ത് രാഹുലിൻ്റെ മനസ്സിൽ അല്പം ആശ്വാസം തോന്നിയിരുന്നു. എന്തായാലും ഇവിടെ നിന്ന് പോവുകയല്ലേ, ഇനി ഒരിക്കലും ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല എന്ന് അവൻ മനസ്സിലോർത്തു. അങ്ങനെ അവരെല്ലാവരും ഓരോ പടികളായി ഇറങ്ങാൻ തുടങ്ങി. ഒടുവിൽ എല്ലാവരും തന്നെ താഴത്തെ നിലയിലെത്തിയപ്പോൾ വാതിൽ തുറക്കാൻ നോക്കുമ്പോഴായിരുന്നു അവരുടെ മുന്നിൽ ആ വാതിൽ മൊത്തത്തിൽ അടഞ്ഞു പോയിരുന്നു. ആരോ പുറമെ നിന്നും അടച്ചതുപോലെ അവർക്ക് എല്ലാവർക്കും തോന്നി. എന്നാൽ ആരാവും അടച്ചതെന്നതിന് ഒരു ഉത്തരവും ഉണ്ടായില്ല. അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് ആ വാതിലിന് പുറകിൽ നിന്നും ആരോ മുട്ടുന്നത് പോലുള്ള ഒരു വിചിത്രമായ ശബ്ദം കേട്ടത്. അതിന് അവരെല്ലാവരും പരസ്പരം മുഖത്തേട് മുഖം നോക്കി. അതിന് രാഹുൽ പറഞ്ഞു, നമ്മൾ കയറുന്നത് ആരോ കണ്ടിട്ടുണ്ട്, നാട്ടുകാർ ആരെങ്കിലും നമ്മളെ വഴക്ക് പറയാനായി വാതിലിന് മുന്നിൽ വന്നതായിരിക്കും. അതിന് സ്നേഹ മറുപടിയായി പറഞ്ഞത്, അതിന് വാതിൽ അടച്ചിടേണ്ട ആവശ്യമെന്താ, അവർക്ക് നമ്മളോട് എന്തെങ്കിലും പറയണമെങ്കിൽ ആ വാതിൽ തുറന്ന് നമ്മളോട് കാര്യം പറയാമല്ലോ, ഇതാരോ വാതിൽ മനഃപൂർവ്വം അടച്ച പോലുണ്ട്. അതിന് രാഹുൽ വീണ്ടും പറയുകയുണ്ടായി, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ് ഇങ്ങോട്ട് കയറണ്ട എന്ന്. ഇതിന് പിന്നിൽ ഒരുപാട് ദുരൂഹമായ കഥകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ അവരിത്ര ആഞ്ഞു ശ്രമിച്ചിട്ടും ആ വാതിൽ തുറക്കാൻ സാധിച്ചില്ല. എന്തെല്ലാം മാർഗങ്ങൾ അവർ പരീക്ഷിച്ചു നോക്കി, പക്ഷേ അവർക്ക് മുന്നിൽ ആ വാതിൽ തുറന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴായിരുന്നു മുകളിലെ നിലയിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്ന ഇരുമ്പ് കോണിയിൽ നിന്നും ഒരു വിചിത്രമായ ശബ്ദം കേട്ടത്. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും മുകളിലേക്ക് നോക്കുമ്പോഴായിരുന്നു അവരെല്ലാവരും ആ ഒരു വിചിത്രമായ രൂപത്തെ കാണുന്നത്. മുഖം മുഴുവൻ വികൃതമായ നിലയിൽ, കയ്യും കാലുകളും ഒരു മനുഷ്യൻ്റേതല്ലാത്ത രൂപത്തിലുള്ള ഒരു നിഴൽ രൂപം ആ കോണിപ്പടിയിൽ നിന്നും അവരെ തന്നെ തുറിച്ചു നോക്കുന്നു. അവരെല്ലാവരും ആശ്ചര്യത്തോടെ അതുപോലെ പേടിയോടെ ആ രൂപത്തെ നോക്കി. ആ രൂപം അവരെ തന്നെ ലക്ഷ്യമാക്കിയായിരുന്നു മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. അവർക്കെല്ലാവർക്കും ഭയമേറി വന്നു. രാഹുൽ അവരോട് വീണ്ടും പറഞ്ഞു, നമ്മൾ വന്നത് ഒട്ടും ശരിയായില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. എന്നാൽ അവർക്കാർക്കും സത്യത്തിൽ അവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റിയില്ല. ആ രൂപം താഴേക്ക് വന്ന് അതിൽ ഓരോരുത്തരെയായി അവൾ വകവരുത്താൻ തുടങ്ങി. എന്നാൽ സ്നേഹയെ മാത്രം അവൻ ഒന്നും ചെയ്തില്ല. കാരണം സ്നേഹയുടെ കയ്യിലുള്ള ഒരു രുദ്രാക്ഷം ആ ഒരു ദുഷ്ടാത്മാവിൽ നിന്നും സ്നേഹയെ രക്ഷിച്ചു. എന്നാൽ എങ്ങനെയൊക്കെയോ സ്നേഹ തനിക്ക് മുന്നിലുള്ള ആ വാതിൽ തുറന്ന് ആ കടൽ തിരമാലയെ സാക്ഷ്യം വഹിച്ച് അവൾ മുന്നോട്ടോടി. എന്നിട്ട് തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ ചെന്ന് അവൾക്കുണ്ടായ കാര്യങ്ങളെല്ലാം അവൾ വിശദീകരിച്ച് പറഞ്ഞു. എന്നാൽ ഗ്രാമവാസികൾ അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച കുറച്ച് വിചിത്രമായിരുന്നു. ആ ആത്മാവ് വന്ന് എല്ലാവരെയും വകവരുത്തി എന്ന് പറഞ്ഞത് കള്ളമായിരുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവരുടെ സുഹൃത്തുക്കളെല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അവർക്കാർക്കും ബോധമുണ്ടായിരുന്നില്ല. അവരാരും ഒന്നും ഉരിയാടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഗ്രാമവാസികൾ അവരെ എല്ലാവരെയും വിലക്കി. അവരെ എല്ലാവരെയും ഒരുപാട് വഴക്ക് പറഞ്ഞ് അവിടെ നിന്നും പോവണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ തൻ്റെ സുഹൃത്തുക്കളുടെ ബോധമൊക്കെ തിരിച്ചു കിട്ടിയതിന് ശേഷം അവരെല്ലാവരും അവിടെ നിന്ന് സ്വന്തം വീടുകളിലേക്ക് നടന്നു തുടങ്ങി. എന്നാൽ അവരുടെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കഥയായി അല്ലെങ്കിൽ ഒരു സംഭവമായി ഇന്നും ആ ഒരു ലൈറ്റ് ഹൗസ് അവശേഷിക്കുന്നു.